പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മള് പ്ലാന്റ് കിങ്ഡത്തിലെ 3 പ്ലാന്റ് ഗ്രൂപ്പ്സ് ആണ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തത്. ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്. അപ്പൊ നമ്മൾ 4ാമത്തെ പ്ലാന്റ് ഗ്രൂപ്പിലേക്ക് പോകുന്നു, ജിംനോസ്പേംസ്. അപ്പൊ എന്താണ് ഈ ജിംനോസ്പേംസ്? ആ വേർഡിന് തന്നെ ഒരു മീനിങ് ഉണ്ട്. ഗ്രീക്ക് ലാംഗ്വേജില് ഈ ജിംനോ മീൻസ് നേക്കഡ് എന്നാണ്. നേക്കഡ് മീൻസ് എന്താണ്? കവറിങ് ഇല്ല എന്നാണ്, അല്ലെ? ഒന്നുകൊണ്ട് പൊതിഞ്ഞിട്ടില്ല, കവേർഡ് അല്ല. സ്പേം മീൻസ് അതല്ല. ഗ്രീക്ക് ലാംഗ്വേജിൽ സ്പേം, നമ്മൾ സാധാരണ സ്പേം എന്ന് പറയുന്നത് ബീജകോശം. ഇത് ആ സ്പേം അല്ല. ഇവിടുത്തെ മീനിങ് സീഡ് എന്നാണ്. അപ്പൊ നേക്കഡ് സീഡ്സ് അല്ലേ, അതാണ് ജിംനോസ്പേംസ്. നേക്കഡ് സീഡ്സ്. എന്താ ഈ നേക്കഡ് സീഡ്സ് എന്ന് പറയുന്നത്? ജിംനോസ്പേമിന്റെ ഗ്രീക്ക് വേർഡിലുള്ള മീനിങ് ആണ്. ജിംനോസ്പേം ഒരു ഗ്രീക്ക് വേർഡ്. അതിൽ ജിംനോ മീൻസ് നേക്കഡ്, സ്പേം മീൻസ് സീഡ്. അങ്ങനെയാണ് നേക്കഡ് സീഡ്. എന്താണ് ഈ നേക്കഡ് സീഡ്? സാധാരണ ഒരു സീഡ്, നോർമലി ഒരു സീഡ് എവിടെയാണ് വരുന്നത്? ഫ്രൂട്ടിനുള്ളിലാണ് സീഡ് വരുന്നത്. ഫ്രൂട്ടിനകത്ത് സീഡ്, അല്ലെങ്കിൽ സീഡിനെ കവർ ചെയ്തുകൊണ്ട് ഫ്രൂട്ട് വോളാണ്, ഫ്രൂട്ട് വോൾ. അപ്പൊ നമ്മൾ ഏത് എന്താണ് ഫ്രൂട്ട്സ് കഴിച്ചാൽ ആ ഫ്രൂട്ട്സിനുള്ളിലാണ് സീഡ് വരാറ്, ഫ്രൂട്ട്സിന് പുറത്തല്ല സീഡ്. എന്തിനകത്തും എവിടെയും സീഡിനൊരു കവറിംഗ് ഉണ്ട്, പ്രോപ്പറായിട്ട് ഫ്രൂട്ട് വോൾ കൊണ്ടൊരു കവറിംഗ് ഉണ്ട്. അപ്പൊ കവറിംഗ് ഉണ്ടെങ്കിൽ അത് നേക്കഡ് അല്ല. കവറിംഗ് ഇല്ലാത്ത സീഡുകളുണ്ട്, അതിന്റെ മീനിങ് ശരിക്കും അവിടെ ഫ്രൂട്ട് ഇല്ലെന്നാണ്. ഫ്രൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ ഫ്രൂട്ടിനകത്തായിരിക്കും സീഡ്. ഫ്രൂട്ട് ഇല്ലാത്തത് കൊണ്ട് സീഡ് എന്താണ്? നേക്കഡാണ്. അതായത് ഫ്രൂട്ട് വോള് കൊണ്ടൊരു കവറിംഗ് ഇല്ലാത്ത സീഡുകള്, ഫ്രൂട്ട് വോള് കൊണ്ടൊരു കവറിംഗ് ഇല്ലാത്ത സീഡ്, ഫ്രൂട്ട് വോള് കൊണ്ടൊരു കവറിംഗ് ഇല്ലാത്ത സീഡ്, അത്തരം സീഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നേക്കഡ് സീഡ്, അല്ലെ? ആ പ്ലാന്റുകളാണ് ജിംനോസ്പേംസ്. എന്തുകൊണ്ട് ജിംനോസ്പേം നേക്കഡായി? എന്തുകൊണ്ട് ആ സീഡുകൾക്ക് ഫ്രൂട്ട് വോൾ കൊണ്ട് കവറിംഗ് ഇല്ല? ഇവര് നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഇവരാരാണ്? നോൺ ഫ്ലവർ. ഫ്ലവറിംഗ് പ്ലാന്റ് ആയിരുന്നെങ്കിൽ അവിടെ ഓവറി വരും. ഓവറി ഫ്രൂട്ട് ആകുമ്പോൾ ഓവറിക്കകത്തിരിക്കുന്ന ഒബ്യൂളുകൾ സീഡാവും. അങ്ങനെയാണെങ്കിൽ ഓവറി ഫ്രൂട്ട് ആകുന്നു, ഫ്രൂട്ടിന്റെ ഉള്ളിൽ ആര് വന്നേനെ? സീഡ്സ് വന്നേനെ. പക്ഷെ ഇവിടെ ഇവര് നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്, വലിയ മരങ്ങൾ വരെ ഉണ്ടവരില്ലേ, പക്ഷെ അവരെന്താണ്? നോൺ ഫ്ലവറിംഗ് ആണ്, നോൺ ഫ്ലവറിംഗ്. അപ്പൊ ജിംനോസ്പേംസ് എന്തുകൊണ്ട് നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് ആയി? എന്തുകൊണ്ട് ഫ്രൂട്ട് ബോൾ കൊണ്ട് കവറിംഗ് ഇവരെ സീഡുകൾക്ക് ഇല്ലാതെ പോയി? ഇവര് നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് ആണ്. നേക്കഡ് സീഡഡ് പ്ലാന്റ്സ്, ഫ്രൂട്ട് വോൾ കൊണ്ടൊരു കവറിംഗ് ഇവർക്കില്ല, നേക്കഡ് സീഡഡ് ആണ്. അപ്പൊ ഒരു നേക്കഡ് സീഡഡ് ആവേണ്ട റീസൺ ഞാൻ പറഞ്ഞു. ഇവരെന്താണ്? നോൺ ഫ്ലവറിംഗ് പ്ലാന്റുകളാണ്. ഫ്ലവർ ഉണ്ടാകില്ല. എത്ര വലിയ മരമായാലും എത്ര ചെറിയ ചെടികളായാലും ഇവരെന്താണ്? ഫ്ലവർ ഉണ്ടാകാത്തവരാണ്. ഫ്ലവറിംഗ് അല്ല, നോൺ ഫ്ലവറിംഗ് ആണ്. അപ്പൊ ഇവരില് വലിയ ട്രീ ഉണ്ട്, ഇല്ലേ? ലാർജ് ട്രീ ഉണ്ട്, സ്മോൾ ട്രീ ഉണ്ട്, ഷബ്സ് ഉണ്ട്, അല്ലേ? അങ്ങനെ പല സൈസുകളിലുള്ള മരങ്ങളുണ്ട്. ഇവിടെ ജിംനോസ്പേംസിൽ ലാർജ് ട്രീ ഉണ്ട്, സ്മോൾ ട്രീ ഉണ്ട്, ഷബ്സ് ഉണ്ട്. അങ്ങനെ വലിയ സൈസ് ഉള്ളവരുമുണ്ട്, സൈസ് കുറഞ്ഞവരുമുണ്ട്. അപ്പൊ ഇവരുടെ ഷബ്സ്, ഈ ജിങ്കോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ സൈസ് കുറവാണ്. ജിങ്കോ ഷ്രബുകൾ, അല്ലെ? ഇപ്പൊ ജിംനോസ്പേംസിന്റെ പ്രത്യേകതയാണ് അവരുടെ പല റേഞ്ചിലുള്ള പ്ലാന്റ് ഉണ്ട്. പല റേഞ്ച് മീൻസ് പല സൈസ്. വലിയ മരങ്ങളുണ്ട്, ചെറിയ മരങ്ങളുണ്ട്, കുറ്റിച്ചെടികളുണ്ട്, അല്ലെ? ഷബ്സ് ഉണ്ട്. അങ്ങനെ പല സൈസിലുള്ള പ്ലാന്റുകളുള്ള ഒരു ഗ്രൂപ്പാണ് ജിംനോസ്പേംസ്. അപ്പൊ ഇവരിലെ ഷബിന് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് ജിങ്കോ. ഇവരിലെ സ്മോൾ ട്രീക്ക് ഒരു എക്സാമ്പിൾ ആണ് സൈക്കസ്. സൈക്കസ് ഒരു സ്മോൾ ട്രീ ആണ്. ഇവരിലെ ലാർജ് ട്രീക്ക് ഒരു എക്സാമ്പിൾ ആണ് പൈനസ്. ഇനി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മരങ്ങളാണ് റെഡ് വുഡ് ഫാമിലിയാണ്. റെഡ് വുഡ് ഫാമിലി. ആ റെഡ് വുഡ് ഫാമിലിയിൽ തന്നെ ദ ജെയിന്റ് സെക്കോയ മരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സെക്കോയ മരം പോലെ ലോകത്തിലെ ഏറ്റവും വലിയ മരമായ സെക്കോയ പോലെ വരുന്ന ഏത് ഗ്രൂപ്പിലാ? ജിംനോസ്പേംസ് ആണ്, അല്ലെ? അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ മരമായ സെക്കോയ പൂവുണ്ടാവോ? പൂവില്ല. കണ്ടോ? ഏറ്റവും വലിയ മരമായിട്ട് അവന് പൂവില്ല. ഏറ്റവും വലിയ മരമല്ല, ചെറിയ മരമല്ല, കുറ്റിച്ചെടിയല്ല, ആരായാലും ജിംനോസ്പേമിൽ വരുന്ന എല്ലാവരും എന്താണ്? നോൺ ഫ്ലവറിംഗ് ആണ്. ഇവരിൽ എന്തുണ്ടാകാറില്ല? ഫ്ലവേഴ്സ് ഉണ്ടാകില്ല, പൂക്കുന്നവരല്ല. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ മരങ്ങളെന്ന് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന ദ ജെയിന്റ് സെക്കോയ മരങ്ങൾ, റെഡ് വുഡ് ഫാമിലിയിൽ വരുന്ന സെക്കോയ മരങ്ങൾ പോലും എന്താണ്? ജിംനോസ്പേമാണ്, അല്ലേ? ഇപ്പൊ നമുക്ക് അറിയാവുന്ന ചിലരൊക്കെയാണ് അവര്. ഈ ജിങ്കോ, സൈക്കസ്, പൈൻ മരം നമ്മൾ വിളിക്കുന്ന പൈനസ്, അല്ലെ? ഇതെന്താ ഞാൻ ഇവിടെ 3 എക്സാമ്പിൾ പറയുന്നത്. ഇത് 3 മാത്രമേ ഉള്ളൂ ജിംനോസ്പേം? ഒരിക്കലും അല്ല.
ഷ്രബിന് ഒരു എക്സാമ്പിൾ, സ്മോൾ ട്രീക്ക് ഒരു എക്സാമ്പിൾ, ലാർജ് ട്രീക്ക്, അങ്ങനെ പല സൈസിലുള്ള ജിംനോസ്പേംസ് ഉണ്ടെന്നും അവർക്ക് ഓരോ എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞു അല്ലെ. ജിംനോസ്പേം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് പ്ലാന്റുകൾ വരുന്ന വലിയൊരു പ്ലാന്റ് ഗ്രൂപ്പാണ് ജിംനോ. അതിലുള്ള 3 പേരെ മാത്രം പരിചയപ്പെടുത്തി. 3 കാറ്റഗറി വരുന്നവരാണ്. ഒന്നൊരു ഷ്രബാണ്, ഒന്നൊരു സ്മോൾ ട്രീ ആണ്, മറ്റേതൊരു ലാർജ് ട്രീ ആണ്. അങ്ങനെ പല സൈസുകളിലുള്ള പ്ലാന്റുകളാണ് കൊണ്ട് ജിംനോസ്പേംസ്. ഇതിൽ 1-2 പേരുടെ ചില പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ പൈൻ മരത്തിന്റെ ഒരു പ്രത്യേകത പറയാം. പൈനസിന്റെ റൂട്ടില്, ഇത് പൈനസിന്റെ റൂട്ട് എന്ന് വിചാരിച്ചോളൂ. ഇത് പൈനസിന്റെ റൂട്ടാണ് അല്ലേ, ടാപ്പ് റൂട്ട് സിസ്റ്റം, വലിയ റൂട്ടൊക്കെ ഉണ്ട്, വലിയ മരമാണ്, ലാർജ് ട്രീ. അപ്പൊ ഈ പൈനസിന്റെ റൂട്ടില് ആര് അറ്റാച്ച് ചെയ്തിരിക്കും? ഫംഗസുകൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കും. പൈനസിന്റെ റൂട്ടിൽ ആര് അറ്റാച്ച് ചെയ്യുന്നു? ഫംഗസ് അറ്റാച്ച്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അസോസിയേഷൻ ബിറ്റ്വീൻ ഫംജൈ ആൻഡ് റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ്. റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ് എന്താ നമ്മൾ പറയാറ്? അസോസിയേഷൻ ബിറ്റ്വീൻ ഫംജൈ ആൻഡ് റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ്. പൈനൊരു ഹയർ പ്ലാന്റ് ആണ്, കാരണം ലാർജ് ട്രീ എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പൊ പൈനൊരു ഹയർ പ്ലാന്റ് ആണ്. അത്തരം ഹയർ പ്ലാന്റുകളുടെ റൂട്ടും ഫംഗസും തമ്മിലുള്ള ഈ അസോസിയേഷൻ നമ്മളൊരു പേര് പഠിച്ചിട്ടുണ്ട്, മൈക്കോറൈസ അല്ലേ. മൈക്കോറൈസ ഈസ് ദി symbiotic association between fungi and the root of higher plant. പൈനൊരു ഹയർ പ്ലാന്റ് ആയതുകൊണ്ട് അതിന്റെ റൂട്ടില് ആരുടെ അറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ പൈൻ എന്ന് പഠിച്ചിട്ടില്ല, നമ്മൾ എന്തേ പഠിച്ചിട്ടുള്ളൂ? ഫംഗസ് ആൻഡ് റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ്, സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ഫംജൈ ആൻഡ് റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ് എന്നേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് അറിയാം, പൈൻ ഒരു ഹയർ പ്ലാന്റ് ആണ്, വലിയ മരമാണ്. അപ്പൊ അതിന്റെ റൂട്ടില് സിംബയോട്ടിക് അസോസിയേഷൻ ആയിട്ട് ആര് വന്നു കഴിഞ്ഞാൽ, ഫംഗസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ മൈക്കോറൈസ എന്ന് വിളിക്കാം. ഇതൊരു എക്സാമ്പിൾ. ഇനി മറ്റൊരു കാര്യം, മറ്റൊരാളുടെ റൂട്ടിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ് ഈ സൈക്കസ്. സൈക്കസിൽ ഇതുപോലെ ടാപ്പ് റൂട്ട് സിസ്റ്റം, വലിയ റൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. സൈക്കസിൽ എല്ലാ പ്ലാന്റുകളിലും ഉള്ള പോലെ ഇങ്ങനെയുള്ള വലിയ റൂട്ടൊക്കെ ആർക്കുണ്ട്? സൈക്കസിലുണ്ട്. ഇതാണ് സൈക്കസിന്റെ റൂട്ട് എന്ന് വിചാരിച്ചു. സൈക്കസിന്റെ റൂട്ട് ഇത് നോർമൽ ആയിട്ടുള്ള റൂട്ട്, ഇതെല്ലാം മരങ്ങൾക്കും ഉള്ള പോലെ സൈക്കസിന്റെ റൂട്ട്. ഇതാണ് മെയിൻ റൂട്ട് എന്ന് പറയുന്നത്, മെയിൻ ആയിട്ടുള്ള റൂട്ട്. ഇതിന് പുറമെ ഈ സൈക്കസ് പ്ലാന്റുകളിൽ എക്സ്ട്രാ ഒരു റൂട്ട് കൂടിയുണ്ട്. ഇതുണ്ട്, ഇതിന് പകരമെന്നല്ല ഞാൻ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കുക. ഈ റൂട്ട് സൈക്കസിലുണ്ട്, എല്ലാ സൈക്കസ് മരങ്ങൾക്കും ഇങ്ങനെ ഒരു മെയിൻ റൂട്ട് ഉണ്ട്. ഇതിനു പുറമെ അഡീഷണൽ ആയിട്ട് ഒരു റൂട്ടും കൂടി വരും. ആ റൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോറലോയിഡ് റൂട്ട്. ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു ടൈപ്പ് റൂട്ടാണ്, ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു ടൈപ്പ് റൂട്ട്. ഈ റൂട്ടിനെ നമ്മൾ എന്ത് വിളിക്കും? കോറലോയിഡ് റൂട്ട് എന്ന് വിളിക്കും. കോറലോയിഡ് റൂട്ട്, കോറലോയിഡ് റൂട്ട്. ഇതാരുടെ എക്സാമ്പിൾ? സൈക്കസിന്റെ ആദ്യം പറഞ്ഞ മൈക്കോറൈസ പൈനസ് മരത്തിന്റെ റൂട്ടുമായിട്ട് ഫംഗസിലുള്ള അസോസിയേഷൻ. ഇത് ഫംഗസിനുള്ള അസോസിയേഷൻ ഇല്ല. ഈ കോറലോയിഡ് റൂട്ടുകളിൽ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകളായ സയാനോ ബാക്ടീരിയകൾ കാണപ്പെടുന്നു. നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകളായ സയാനോ ബാക്ടീരിയ കാണപ്പെടുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ സയാനോ ബാക്ടീരിയയിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ സെല്ലുകളെയാണ്. സയാനോ ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആരാ? നോസ്റ്റോകാനബീനൊക്കെയാണ്. ഈ സയാനോ ബാക്ടീരിയകളുടെ ഫിലമെന്റിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ സെല്ലാണ് ഹെറ്ററോസിസ്റ്റ്. ഹെൽപ്സ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പഠിച്ചിട്ടില്ലേ നമ്മള്? ആ സയാനോ ബാക്ടീരിയകൾ എവിടെയുണ്ട്? ഇത്തരം കോറലോയിഡ് റൂട്ടുകളിലുണ്ട്. അപ്പം സൈക്കസിന്റെ മെയിൻ റൂട്ട് ഇതാണ്, ഇത് മെയിൻ റൂട്ടാണ്. അതിനു പുറമെ അഡീഷണൽ ആയിട്ടൊരു റൂട്ടും കൂടി വരും. അതിന് പുറമെ അഡീഷണൽ ആയിട്ടൊരു റൂട്ട് കൂടി വരും. ആ റൂട്ടിന്റെ പേരാണ് കോറലോയിഡ് റൂട്ട്. എന്താ കോറലോയിഡ് റൂട്ടിന്റെ പ്രത്യേകത? ഈ കോറലോയിഡ് റൂട്ടുകളിൽ ആരുടെ അസോസിയേഷൻ ഉണ്ട്? സയാനോ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകളായ സയാനോ ബാക്ടീരിയ എവിടെ അറ്റാച്ച് ചെയ്തിരിപ്പുണ്ട്? ഈ കോറലോയിഡ് റൂട്ട്. ഈ സയാനോ ബാക്ടീരിയ ഒരു പ്രത്യേകത നമുക്കറിയാം, അവർക്ക് എന്ത് കഴിവുണ്ട്? നൈട്രജൻ ഫിക്സേഷനുള്ള കഴിവുണ്ട്. അപ്പം രണ്ട് പ്ലാന്റുകളുടെ ജിംനോസ്പേംസിൽ വരുന്ന രണ്ട് പ്ലാന്റുകളുടെ റൂട്ടിന്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞു. ആദ്യം പൈനസിന്റെ പറഞ്ഞു, പിന്നെ സൈക്കസിന്റെ പറഞ്ഞു. മറന്നുപോയത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഇനി ഈ ജിംനോസ്പേംസിനകത്ത് വരുന്ന പ്ലാന്റ്സിന് ഏത് സ്ട്രെസ്ഫുൾ കണ്ടീഷനെയും ടോളറേറ്റ് ചെയ്യേണ്ട കപ്പാസിറ്റി ഉണ്ട്. എന്നാ ഈ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ എന്താണ്? എക്സസ് ടെമ്പറേച്ചർ, എക്സസ് കോൾഡ് അല്ലെ? അങ്ങനെയുള്ള ഏത് കണ്ടീഷൻ വന്നാലും നോർമൽ അല്ലാതെ ഭയങ്കരമായ ചൂട്, ഭയങ്കരമായ തണുപ്പ്. ഈ പൈൻമരങ്ങളൊക്കെ ഇങ്ങനെ ഊട്ടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പുള്ള സ്ഥലം, ഊട്ടി കൊടൈക്കനാലൊക്കെ
പോലുള്ള സ്ഥലങ്ങൾ ഭയങ്കര തണുപ്പ്, അവിടെ പിടിച്ചിരിക്കാം. ഇനി ചില ജിംനോസ്പേംസ് എത്ര ചൂടുള്ള സ്ഥലങ്ങളിലായാലും അവരെന്ത് ചെയ്യും? സർവൈവ് ചെയ്യും. എത്ര ചൂടായാലും അവർക്കതൊരു പ്രശ്നമേ അല്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവരുടെ ലീഫുകളിൽ ചില അഡാപ്റ്റേഷൻസ് ഉണ്ട്, ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് ഏത് എക്സ്ട്രീം കണ്ടീഷനിലും സർവൈവ് ചെയ്യേണ്ട കപ്പാസിറ്റി അവർക്കുണ്ട്. സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക, നിലനിൽക്കുക എന്നാണ്. നശിച്ചു പോകാതെ നിലനിൽക്കുക, അതാണ് സർവൈവ് ചെയ്യുന്നത്. അപ്പം ഏത് സ്ട്രെസ്ഫുൾ കണ്ടീഷനിലും സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ജിംനോസ്പേംസിനുണ്ട്. കാരണം എന്താണ്? അവരുടെ ലീഫിലുള്ള ചില പ്രത്യേകതകളാണ്. അപ്പം ഏത് സ്ട്രെസ്ഫുൾ കണ്ടീഷനെയും ടോളറേറ്റ് ചെയ്യാൻ, അതിജീവിക്കാൻ, അല്ലെങ്കിൽ ഏത് സ്ട്രെസ്ഫുൾ കണ്ടീഷനിലും സർവൈവ് ചെയ്യാൻ, പിടിച്ചു നിൽക്കേണ്ട കപ്പാസിറ്റി ആർക്കുണ്ട്? ഈ ജിംനോസ്പേംസ്. അവരുടെ ലീഫിലുള്ള ചില പ്രത്യേകത. ആ പ്രത്യേകത എന്താണ് ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. ഒന്നാമത്തെ പ്രത്യേകത നീഡിൽ ലൈക്ക് ലീവ്സ്. ചില ജിംനോസ്പേംസിന്റെ ലീഫ് നീഡിൽ ലൈക്ക് എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ കുറവാണ്. നീഡിൽ സൂചി പോലെ കൂർത്തത് എന്നല്ല എന്റെ മീനിങ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സർഫസ് ഏരിയ കുറവാണ്. നീഡിൽ ലൈക്ക് ലീവ്സ് വളരെ എന്താണ്? വീതി കുറഞ്ഞ ലീഫ്, നീഡില് പോലത്തെ ലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സർഫസ് ഏരിയ കുറവാണ്. ഇങ്ങനെയുള്ള ലീഫ് ആകുമ്പോൾ എന്താ കൊടുക്കുക? നോർമലി ലീവ്സ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ വലുതായിട്ടായിരിക്കും. ഇങ്ങനെ ലീഫുകൾ വലുതായിട്ടിരുന്നുള്ള കുഴപ്പം എന്താ? ഈ ലീഫിന്റെ സർഫസ് ഏരിയ വളരെ കൂടുതലാണ് അല്ലെ? ഇവിടെ എല്ലാം സ്റ്റൊമാറ്റോ ഉണ്ട്. നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, ലീഫിന്റെ സർഫസിൽ കാണപ്പെടുന്ന ചെറിയ ഓപ്പണിങ്ങിനെയാണ് സ്റ്റൊമാറ്റോ. അപ്പൊ ഉള്ള വാട്ടർ മൊത്തം ഈ ലീഫിന്റെ സർഫസിൽ കൂടി അങ്ങ് വേപ്പറായി പോകും. ഇവിടെ സർഫസ് ഏരിയ കൂടുതലാണ്. പക്ഷേ മെജോറിറ്റി ജിംനോസ്പേംസിന്റെ ലീവ്സും ഇതുപോലെ നീഡിൽ ലൈക്ക് ലീഫാണ്. നീഡിൽ ലൈക്ക് ലീഫാകുമ്പോൾ എന്താണ് ഗുണം? അവിടെ സർഫസ് ഏരിയ കുറവാണ്. സർഫസ് ഏരിയ കുറയുമ്പോൾ എന്താ? വാട്ടർ ലോസ് കുറയുന്നു. അപ്പൊ നീഡിൽ ലൈക്ക് ലീവ്സ്. അപ്പൊ സർഫസ് ഏരിയ കുറഞ്ഞ, വലിപ്പം കുറഞ്ഞ ലീഫുകളാകുമ്പോൾ, വാട്ടർ അധികം വേപ്പറായിട്ട് ലീഫിലൂടെ എന്ത് ചെയ്യില്ല? ലോസ് ആവില്ല, നഷ്ടപ്പെടില്ല. ഒന്നാമത്തെ അഡാപ്റ്റേഷൻ. രണ്ടാമത്തെ അഡാപ്റ്റേഷൻ, ലീവ്സ് ആർ കവേർഡ് ബൈ തിക്ക് ക്യൂട്ടിക്കിൾ. ലീവ്സ് ആർ കവേർഡ് വിത്ത് തിക്ക് ക്യൂട്ടിക്കിൾ. എന്താ ഈ ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ? എല്ലാ ലീഫിലും ഉണ്ട് ക്യൂട്ടിക്കിൾ. ചിലർക്ക് തിൻ ക്യൂട്ടിക്കിൾ ആയിരിക്കും, ചിലർക്ക് തിക്ക് ക്യൂട്ടിക്കിൾ. തിക്ക് ക്യൂട്ടിക്കിൾ ആണെങ്കിൽ എല്ലാ ലീഫിലും ഉണ്ട് കേട്ടോ ക്യൂട്ടിക്കിൾ. എല്ലാ പ്ലാന്റുകളുടെയും, അതിപ്പോ ജിംനോസ്പേം മാത്രമല്ല, ആൻജിയോസ്പേം എടുത്താലും ഏത് പ്ലാന്റ് എടുത്താലും അവരെല്ലാം ലീഫുകളെ കവർ ചെയ്തു. ഇതിന്റെ പുറത്തുകൂടി എന്തുണ്ട്? ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. ക്യൂട്ടിക്കിൾ വളരെ ചെറിയൊരു ലെയറാണ്. ഇത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ചേമ്പിലെ ഉണ്ടല്ലോ, കൊളക്കേഷ്യ ചേമ്പിന്റെ യങ് ലീവ്സിലോട്ട്, തളിരിലകളിലേക്ക് നമ്മൾ വെള്ളം കോരി ഒഴിച്ചാൽ ആ വെള്ളം ഗോലി പോലെ ഉരുണ്ടങ്ങ് താഴെ പോകും. വെള്ളം അതിനെ പറ്റി പിടിക്കില്ല. അവിടെ എന്താണ്? തിക്ക് ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ചേമ്പിന്റെ ഇലയിൽ മാത്രമല്ല ക്യൂട്ടിക്കിൾ ഉള്ളത്, എല്ലാ പ്ലാന്റുകളുടെ ലീവ്സിലും ക്യൂട്ടിക്കിൾ ഉണ്ട്. ചിലർക്ക് തിന്നായിരിക്കും, ചിലർ തിക്കായിരിക്കും. ഇതിപ്പോ ചേമ്പിന്റെ ലീവ്സിനെ സംബന്ധിച്ച് വളരെ തിക്കാണ്, നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് കാണാനും പറ്റും. കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ബാക്കി പ്ലാന്റുകളിൽ ക്യൂട്ടിക്കിൾ ഇല്ലെന്നാണ്. എല്ലാ പ്ലാന്റിലും ക്യൂട്ടിക്കിൾ ഉണ്ട് അവരുടെ ലീഫിൽ. അതുപോലെ ജിംനോയുടെ ലീഫിന്റെ പ്രത്യേകത തിക്ക് ക്യൂട്ടിക്കിൾ, നല്ല കട്ടിയായിട്ടുള്ള ക്യൂട്ടിക്കിളാണ്. അപ്പൊ ലീവ്സ് ആർ കവേർഡ് വിത്ത്, അത് എന്ത് ചെയ്യാനുള്ള വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നു. ലീവ്സിനെ എല്ലാം കവർ ചെയ്തുകൊണ്ടെന്നുള്ള നല്ല കട്ടിയുള്ള ഒരു കവറിങ് അല്ലെങ്കിൽ ഒരു ലെയർ ഉണ്ട്. ലീഫുകളെല്ലാം കവർ ചെയ്യുന്നുണ്ട്, ഒരു കട്ടിയുള്ള ലെയർ ഉണ്ട്. അപ്പൊ ലീവ്സ് ആർ കവേർഡ് വിത്ത് തിക്ക് ക്യൂട്ടിക്കിൾ. ലീഫുകൾ എല്ലാം കവർ ചെയ്യുന്നുണ്ടെന്നുണ്ട് നല്ല കട്ടിയുള്ള ക്യൂട്ടിക്കിൾ. ലീവ്സ് ആർ കവേർഡ് വിത്ത് തിക്ക് ക്യൂട്ടിക്കിൾ. അതൊന്നും. മൂന്നാമത്, അപ്പൊ രണ്ട് പ്രത്യേകത. നീഡിൽ ലൈക്ക് ലീവ്സ് എന്താണ്? ഏത് ചൂടിലും ഏത് തണുപ്പിലും പ്ലാന്റ്സിന്, ജിംനോസ്പേംസിന് പിടിച്ചിരിക്കാൻ പറ്റും, സർവൈവ് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടാണ് പറയുന്നത്? അവരുടെ ലീഫിനുള്ള ചില അഡാപ്റ്റേഷൻസ്. ലാസ്റ്റ് വൺ, സങ്കൺ സ്റ്റൊമാറ്റ. എന്താണ് ഈ സങ്കൺ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ സങ്കൺ സ്റ്റൊമാറ്റ? സങ്കൺ മീൻസ്, സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ലീഫുകളുടെ സർഫസിൽ കാണപ്പെടുന്ന ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നത് അല്ലെ? ഇത് ലീഫുകളുടെ സർഫസിൽ ധാരാളം ചെറിയ ചെറിയ ഓപ്പണിംഗ് ഉണ്ട് അല്ലെ? ലീഫുകളുടെ സർഫസിൽ ധാരാളം ചെറിയ ചെറിയ ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റൊമാറ്റ എന്ന് വിളിക്കും. ആ ഓപ്പണിങ്ങിനെ നമ്മൾ എന്ത് വിളിക്കും? സ്റ്റൊമാറ്റ അല്ലെ? സ്റ്റൊമാറ്റ ധാരാളം ഉണ്ട് ഓപ്പണിംഗ്. ഈ സ്റ്റൊമാറ്റയിലൂടെ വാട്ടർ വേപ്പറായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ശരിക്കും സ്റ്റൊമാറ്റ, മെജോറിറ്റി പ്ലാന്റുകളിൽ ഈ സ്റ്റൊമാറ്റ ഇരിക്കുന്ന ലീഫിന്റെ ഏറ്റവും സർഫസിലാണ്. പക്ഷെ സങ്കൺ സ്റ്റൊമാറ്റയുടെ മീൻസ് ജിംനോസ്പേംസിന്റെ ഈ സ്റ്റൊമാറ്റകൾ ഇരിക്കുന്നത് ഇച്ചിരി കുറച്ച് താഴ്ന്നായിരിക്കുന്നത്. ഏറ്റവും സർഫസിൽ നിന്ന് കുറച്ച് താഴ്ന്നിരിക്കും. ലീഫിന് വലിയ തിക്നെസ് ഒന്നുമില്ല, വളരെ തിന്നാണ്. എന്നാലും ഏറ്റവും സർഫസിൽ വരാതെ 1-2 ലെയർ താഴെ ഇരിക്കും.
അല്ലെ, കുറച്ച് 1-2 ലെയർ താഴോട്ടായിരിക്കും സ്റ്റൊമാറ്റ ഇരിക്കുന്നത്. അത്തരം സ്റ്റൊമാറ്റയാണ് സങ്കൻ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ലീഫ് എന്നാണ് സ്റ്റൊമാറ്റ ആർ അറേഞ്ച്ഡ് ഇൻ എ ഡീപ്പ് പിറ്റ്. സ്റ്റൊമാറ്റ ഒരു കുഴിക്കകത്തിരിക്കും, അത്രയേ ഉള്ളൂ. ഒരു കുഴിക്കകത്ത് മീൻസ് ഇച്ചിരി താഴ്ന്നിരിക്കും, ലീഫിന്റെ ഏറ്റവും സർഫസിലിരിക്കാതെ. ലീഫിന്റെ ഏറ്റവും സർഫസിലിരിക്കാതെ അവിടെ നിന്ന് കുറച്ച് താഴ്ന്നിരിക്കും. അപ്പൊ സങ്കൻ സ്റ്റൊമാറ്റ. അപ്പം ലീഫിലുള്ള 3 അഡാപ്റ്റേഷൻസ് ആണ് പറഞ്ഞത്. നീഡിൽ ലൈക്ക് ലീവ്സ്, ലീവ്സ് ആർ കവേർഡ് വിത്ത് തിക്കി ക്യൂട്ടിക്കിള്, സങ്കൻ സ്റ്റൊമാറ്റ. അപ്പം ജിംനോസ്പേംസിന്റെ ഏത് എന്താണ് ഹാർഡായിട്ടുള്ള കണ്ടീഷനിലും ഏത് കണ്ടീഷനും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിടിച്ചിരിക്കാം അല്ലേ. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കണ്ടീഷനിൽ പോലും അവർ എന്ത് ചെയ്യാറുണ്ട്, സർവൈവ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാ, അവരുടെ ലീഫിലുള്ള ചില പ്രത്യേകതകളാണ്. എന്തൊക്കെയാണ് ആ പ്രത്യേകത? ഒന്ന് നീഡിൽ ലൈക്ക് ലീവ്സ്, ലീവ്സ് ആർ കവേർഡ് വിത്ത് തിക്ക് ക്യൂട്ടിക്കിള്, സങ്കൻ സ്റ്റൊമാറ്റ. അപ്പൊ ഇങ്ങനെ ചില പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് ഏത് പ്രതികൂലമായ കണ്ടീഷനുകളിലും ഏത് ബുദ്ധിമുട്ടേറിയ കണ്ടീഷനുകളിലും ആർക്ക് നിലനിൽക്കാൻ പറ്റും. സാധാരണ പ്ലാന്റുകളെ ചിലപ്പം സർവൈവ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ പോലും ജിംനോസ്പേംസിന് സർവൈവ് ചെയ്യാൻ പറ്റും, നിലനിൽക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി നമ്മള് ജിംനോസ്പേംസിന്റെ റീപ്രൊഡക്ഷൻ, ജിംനോസ്പേംസിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് കേട്ടോ. അപ്പൊ ജിംനോസ്പേംസിന്റെ റീപ്രൊഡക്ഷനിലേക്ക് പോവുകയാണ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു, സാധാരണ ഒരു പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആൻജിയോക്ക് എടുത്താൽ അതിന്റെ ഫ്ലവർ ആണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്തില്ല, ഫ്ലവർ ഇല്ല, ഒരു നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്. അപ്പൊ ഇവിടെ ആരാണ് ജിംനോസ്പേംസിന്റെ റീപ്രൊഡ്യൂസിംഗ് പാർട്ട്? ജിംനോസ്പേംസിന്റെ റീപ്രൊഡ്യൂസിംഗ് പാർട്ട് എന്ന് പറയുന്നത് അവയിലുണ്ടാകുന്ന കോണുകളാണ്. കോണുകൾ അല്ലെങ്കിൽ നമ്മള് സ്ട്രോബിലസ് എന്ന് വിളിക്കും. കോണുകൾ അല്ലെങ്കിൽ സ്ട്രോബിലസ്. നമ്മൾ ഇതേ പേര് ടെറിഡോഫൈല, അവിടെ വളരെ ചെറുതായി ലീഫുകൾ ചേർന്നുണ്ടാകുന്ന ഒരു ചെറിയ സ്ട്രക്ചർ. ഇത് അങ്ങനെയല്ല, വലിയ കോണുകളാണ്. നിങ്ങൾ ഊട്ടി കൊടൈക്കനാൽ പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, പൈൻ മരത്തിലിരിക്കുന്ന കോണുകൾ നല്ല ഹാർഡായിട്ടുള്ള സ്ട്രക്ചർ. ഈ കോണുകളൊക്കെ മെച്ചറായിട്ട് വന്ന് താഴെ വീണ്ടും താഴെ കിടക്കും. പൈൻ മരങ്ങളുടെ ചുവട്ടിലൊക്കെ ധാരാളം കോണുകൾ കിടക്കും. ചെറിയ ടൈപ്പ് കോണാണെങ്കിൽ അത് മെയിൽ കോണ്, വലിയ കോണാണെങ്കിൽ ഫീമെയിൽ കോൺ. അപ്പം ജിംനോസ്പേംസിന്റെ സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് അവരിലുണ്ടാകുന്ന കോണുകളാണ്. കോൺ, ഓക്കെ അല്ലേ? അവിടെ ഫ്ലവർ ഇല്ല, മറ്റേ ബാക്കിയുള്ളവർ കൊണ്ടുപോയാൽ ആന്ത്രീഡിയോ ആർക്കിഗോണി അങ്ങനത്തെ ഒരു സ്ട്രക്ചറും ഇല്ല. ഇവിടെ ഉള്ള സ്ട്രക്ചർ ഏതാണ്? ഇവിടുത്തെ റീപ്രൊഡ്യൂസിംഗ് പാർട്ട് ഏതാണ്? അവയിലുണ്ടാകുന്ന കോണുകളാണ്. അപ്പൊ ജിംനോസ്പേംസിന്റെ റീപ്രൊഡ്യൂസിംഗ് പാർട്ട് എന്ന് പറയുന്നത് അവരുടെ കോണുകളാണ്. കോണുകൾ. ജിംനോസ്പേംസിന്റെ റീപ്രൊഡ്യൂസിംഗ് പാർട്ട് ഏതാ? അവരുടെ കോണുകൾ. അപ്പൊ നമുക്ക് ജിംനോസ്പേംസിന്റെ സെക്ഷുവൽ റീപ്രൊഡ്യൂസിംഗ് പാർട്ടിലേക്ക്. അപ്പൊ ആദ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. എന്തായാലും മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെയിൽ കോൺ ആയിരിക്കും അല്ലേ? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? മെയിൽ കോൺ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ആദ്യം ആ മെയിൽ കോൺ വരയ്ക്കാം. ഫീമെയിൽ കോണിനെ അപേക്ഷിച്ച് എന്തായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്? ചെറുതാണ് മെയിൽ കോൺ. ഫീമെയിൽ കോൺ അപേക്ഷിച്ച് മെയിൽ കോണുകൾ എന്തായിരിക്കും? ചെറുതായിരിക്കും. ഇതാണ് മെയിൽ കോൺ. ജിംനോസ്പേംസിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ മെയിൽ കോൺ അല്ലെങ്കിൽ മെയിൽ സ്ട്രോബിലസ്, മെയിൽ സ്ട്രോബിലസ് അല്ലെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയേറ്റ്. 3 പേരുകളുണ്ട് ഈ സ്ട്രക്ചർ. മെയിൽ കോൺ അല്ലെങ്കിൽ മെയിൽ സ്ട്രോബിലസ് അല്ലെങ്കിൽ എന്ത് വിളിക്കും? മൈക്രോസ്പൊറാഞ്ചിയേറ്റ്. മൈക്രോസ്പൊറാഞ്ചിയേറ്റ് എന്ന് വിളിക്കും. മൈക്രോസ്പൊറാഞ്ചിയേറ്റ് അതാണ് ഈ സ്ട്രക്ചർ അല്ലേ? അവ ജിംനോസ്പേംസിന്റെ മെയിൽ കോണിന് 3 പേരാണ്. ഒന്നുകിൽ മെയിൽ കോണ്, അല്ലെങ്കിൽ മെയിൽ സ്ട്രോബിലസ്, അല്ലെങ്കിൽ മൈക്രോസ്. എന്താണ് മെയിലുമായിട്ട് റേറ്റ് ചെയ്യുന്നതെല്ലാം ചെറുതാണ്, അതുകൊണ്ട് എന്ത് വിളിക്കും? മൈക്രോ. മൈക്രോസ്പൊറാഞ്ചിയേറ്റ് 3 പേരാണ്. മൈക്രോസ്പൊറാഞ്ചിയേറ്റ് അല്ലെങ്കിൽ മെയിൽ കോണ് അല്ലെങ്കിൽ മെയിൽ സ്ട്രോബിലസ്. ഇതാണ് ജിംനോസ്പേംസിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ സെക്ഷൻ എടുക്കണം. സെക്ഷൻ മീൻസ് ഇത് എന്ത് ചെയ്യണം? ഇങ്ങനെ കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്യണം, താഴോട്ട് കട്ട് ചെയ്യണം. അപ്പൊ ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും സെന്ററിലായിട്ടൊരു ആക്സിസ് കാണും. നമ്മൾ ഈ പൈനാപ്പിൾ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴേ, ഇങ്ങനെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യുമ്പോഴല്ല, ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നടുക്കൊരു സ്റ്റെം പോലത്തെ പാർട്ടില് അത് ഇതുകൊണ്ടൊരു ബന്ധവുമില്ല. അത് ആൻജിയോസ്പേംസിന്റെ ഫ്രൂട്ട് ആണ്. ഇത് ജിംനോസ്പേമിന്റെ കോണാണ്. ഒരു ബന്ധവുമില്ല, യാതൊരു ബന്ധവും. ഞാനൊരു എക്സാമ്പിൾ, ആക്സിസിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ജിംനോസ്പേംസിന്റെ മെയിൽ കോണിനെ ഫീമെയിൽ കോണിനെ ഇങ്ങനെ LS എടുക്കും, മറ്റേ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ എടുക്കും. ഇങ്ങനെ താഴേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ നടുക്കായിട്ട് ആക്സിസ് കാണാൻ പറ്റും. ആക്സിസ്, ആ ആക്സിസിലായിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിന്റെ പേരാണ് മൈക്രോസ്പോറോഫിൽ. ഈ സ്ട്രക്ചറുകൾ എന്ത് വിളിക്കും? ഈ കാണുന്ന സ്ട്രക്ചറുകൾ നമ്മൾ എന്ത് വിളിക്കും?
മൈക്രോസ്പോറോഫിൽ എന്ന് വിളിക്കും. ഈ സ്ട്രക്ചർ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് ആക്സിസ് എന്ന് വിചാരിക്കുക. ആക്സിസ്, ഇത് ആക്സിസ് ആണെങ്കിൽ സെന്ററിലുള്ള ആക്സിസ്, ഈ ആക്സിസിൽ നിന്ന് പോയിട്ടുള്ള സ്ട്രക്ചർ, ഈ സ്ട്രക്ചറിന്റെ പേരാണ് മൈക്രോസ്പോറോഫിൽ. ഈ സ്ട്രക്ചർ നമ്മൾ എന്ത് വിളിക്കും? മൈക്രോസ്പോറോഫിൽ എന്ന് വിളിക്കും. മൈക്രോസ്പോറോഫിൽ കണ്ടോ? ഇതുപോലുള്ള സ്ട്രക്ചറുകൾ ധാരാളമുണ്ട്. ഇതാണ് മൈക്രോസ്പോറോഫിൽ, നടുക്ക് സെന്ററിലുള്ള ആക്സിസ്. ഓരോ മൈക്രോസ്പോറോഫിലും ഓരോ മൈക്രോസ്പൊറാഞ്ച്, ഓരോ മൈക്രോസ്പോറോഫിലും ആര് വരും? ഓരോ മൈക്രോസ്പൊറാഞ്ച് വരും. ഓരോ മൈക്രോസ്പോറോഫിലും ആര് വരുന്നു? മൈക്രോസ്പൊറാഞ്ചിയം. എല്ലാ മൈക്രോസ്പോറോഫിലും എന്ത് വരും? മൈക്രോസ്പൊറാഞ്ചിയം വരും. മൈക്രോസ്പോറോഫില് മൈക്രോസ്പൊറാഞ്ചിയം. ഇതാണ് മൈക്രോസ്പൊറാഞ്ചിയം. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിൽ ധാരാളം സെല്ലുണ്ട്. അവിടെയുള്ള കുറെ സെല്ലുകൾ വിളിക്കുന്നു. ഒരു സെല്ലല്ല കേട്ടോ, കുറെ സെല്ലുകൾ. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തുള്ള കുറെ സെല്ലുകൾ അറിയപ്പെടുന്നത് മൈക്രോസ്പോർ മദർ സെൽ എന്നാണ് കേട്ടോ. MMC എന്ന് നമ്മൾ പറയും. മൈക്രോസ്പോർ മദർ സെൽ. ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് ആയിരക്കണക്കിന് എന്താണ് മൈക്രോസ്പോർ മദർ സെൽ. അല്ലാതെ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തുള്ള ഒരു സെല്ലാണ് മൈക്രോസ്പോർ മദർ സെൽ എന്ന് വിചാരിക്കരുത്. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് ധാരാളം, ഒരൊറ്റ മൈക്രോസ്പൊറാഞ്ചിയത്തിൽ തന്നെ ആയിരക്കണക്കിന് മൈക്രോസ്പോർ മദർ സെല്ലുകളാണ്. മൈക്രോസ്പോർ മദർ സെൽ. അങ്ങനെയാണെങ്കിൽ എല്ലാ മൈക്രോസ്പൊറാഞ്ചിയത്തിലും കൂടി ഒരുപാട് മൈക്രോസ്പോർ മദർ സെല്ലുണ്ട്. ഈ മൈക്രോസ്പോർ മദർ സെല്ലുകളെല്ലാം മിയോസിസിന് വിധേയമാണ്. ഏത് ഡിവിഷനാണ്? ഇതുവരെ എല്ലാം ഡിപ്ലോയിഡ് ആയിരുന്നു കേട്ടോ. ഇതുവരെ എല്ലാം ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലിൽ എന്ത് നടക്കുള്ളൂ? മിയോസിസ് നടക്കുള്ളൂ. നമുക്കറിയാം മിയോസിസിന് ശേഷം ഉണ്ടാകുന്നവർ ആരായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും അല്ലേ? അങ്ങനെ ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തുള്ള മൈക്രോസ്പോർ മദർ സെല്ല് മിയോസിസിലൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നു? മൈക്രോസ്പോർ അഥവാ പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്നു അല്ലേ? മിയോസിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു സെല്ല് മിയോസിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 4 പോളൻ ഗ്രെയിൻ ഉണ്ടാകും. അങ്ങനെയുള്ള ആയിരക്കണക്കിന് മൈക്രോസ്പോർ മദർ സെൽ ആയിരുന്നു. അപ്പൊ ഒരുപാട് എന്തുണ്ട്? പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യും. ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിൽ തന്നെ 10,000കണക്കിന് പോളൻ ഗ്രെയിൻ. അങ്ങനെ എല്ലാ മൈക്രോസ്പൊറാഞ്ചിയത്തിലും കൂടി ഒരുപാട് എന്ത് ഫോം ചെയ്യുന്നു? പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസിന്റെ വേറെ പേരാണ് പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോർ. പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മൈക്രോസ്പോർ അല്ലെങ്കിൽ ഒരു പേരും കൂടിയുണ്ട്, മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് എന്ന് വിളിക്കും. മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് അങ്ങനെ വിളിക്കാൻ കാരണം അറിയാമോ? ഈ പോളൻ ഗ്രെയിൻ ഇവിടെ ഇതിനകത്തുണ്ടാകുന്ന പോളൻ ഗ്രെയിൻ ആണ് ഞാൻ ഇവിടെ മാറ്റി വരയ്ക്കാം. ഇതാണ് പോളൻ ഗ്രെയിൻ ചേർച്ചോ. ഈ പോളൻ ഗ്രെയിനകത്താണ് മെയിൽ ഗ്യാമിറ്റ് ഇരിക്കുന്നത്. ഈ പോളൻ ഗ്രെയിനകത്താണ് ആരംഭിക്കുന്നത്? മെയിൽ ഗ്യാമിറ്റ്. അതുകൊണ്ടാണ് പോളൻ ഗ്രെയിൻ എന്ത് വിളിക്കുന്നത്? മെയിൽ ഗ്യാമിറ്റോഫൈറ്റ്. പോളൻ ഗ്രെയിന്റെ പേരെന്താ? മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് എന്നാണ് പോളൻ ഗ്രെയിനെ വിളിക്കുന്നത്. കാരണം ഈ പോളൻ ഗ്രെയിനകത്ത് ആരുണ്ട്? മെയിൽ ഗ്യാമിറ്റ് ഉണ്ട്. പോളൻ ഗ്രെയിനകത്ത് മെയിൽ ഗ്യാമിറ്റ് ഉള്ളതുകൊണ്ട്, പോളൻ ഗ്രെയിനകത്ത് മെയിൽ ഗ്യാമിറ്റ് ഉള്ളതുകൊണ്ട് പോളൻ ഗ്രെയിൻ എന്ത് വിളിക്കും? മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് എന്ന് വിളിക്കും. മെയിൽ ഗ്യാമിറ്റോ. അപ്പൊ ഇത്രയുള്ള വളരെ സിമ്പിൾ ആണ് ജിംനോസ്പേംസിന്റെ റീപ്രൊഡ്യൂസിംഗ് സ്ട്രക്ചർ. അപ്പൊ നമ്മൾ ആദ്യം ആരെ കുറിച്ചാണ് പറയുന്നത്? മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ആ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ത് വിളിക്കും? ഈ സാധനത്തിന് എന്ത് വിളിക്കും? ഒന്നുകിൽ മെയിൽ കോണ്, അല്ലെങ്കിൽ മെയിൽ സ്നോബിലസ്, അല്ലെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയേറ്റ്. അതിനകത്ത് വരുന്ന സ്ട്രക്ചറുകൾ നമ്മൾ എന്ത് വിളിക്കും? മൈക്രോസ്പോറോഫിൽ. ഈ സ്ട്രക്ചറുകൾ വിളിക്കുന്ന പേരാണ് മൈക്രോസ്പോറോഫിൽ. ഓരോ മൈക്രോസ്പോറോഫിലും എന്ത് വരും? ഓരോ ആ റൗണ്ട് സ്ട്രക്ചർ ഉണ്ട്, ഓരോ മൈക്രോസ്പൊറാഞ്ചിയം വരും. ഇതാണ് ഈ റൗണ്ട് സ്ട്രക്ചർ ആണ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചിരിക്കുന്നത്. ആ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തുള്ള സെല്ലുകളെ നമ്മൾ എന്ത് വിളിക്കും? ഒരു സെല്ലല്ല, ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് ധാരാളം സെല്ലുകളുണ്ട്. മൈക്രോസ്പോർ മദർ സെൽ എന്ന് വിളിക്കും. മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തുള്ള സെല്ലുകളെ മൈക്രോസ്പോർ. എല്ലാ മൈക്രോസ്പോർ മദർ സെൽ, എത്ര മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടോ അതെല്ലാവരും എന്തിനു വിധേയമാവും? മിയോസിസിന് വിധേയമായിട്ട് ഓരോ മൈക്രോസ്പോർ മദർ സെല്ലിൽ 4 പോളൻ ഗ്രെയിൻ വെച്ച്. ആ എണ്ണമൊന്നും പഠിച്ചാലും കുഴപ്പമില്ല. എല്ലാ മൈക്രോസ്പോർ മദർ സെല്ലുകളും ഡിവൈഡ് ചെയ്ത്. ഈ മിയോസിസ് എന്താണെന്ന് അറിയാം. ഒരു സെല്ല് ഡിവൈഡ് ചെയ്താൽ 4 ഡോട്ടർ സെൽ ഉണ്ടാവും നമുക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാ മൈക്രോസ്പോർ മദർ സെല്ലും മിയോസിസിലൂടെ ഡിവൈഡ് ചെയ്ത് പോളൻ ഗ്രെയിൻ. അപ്പൊ ഹാപ്ലോയിഡ് ആയി പോളൻ ഗ്രെയിൻ. കാരണം മിയോസിസിന് ശേഷം വരുന്നവരൊക്കെ ഹാപ്ലോയിഡാ, മിയോസിന് മുൻപേ ഉള്ളവരൊക്കെ എന്താണ്? ഡിപ്ലോയിഡ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മിയോസിസിലൂടെ പോളൻ ഗ്രെയിൻ ഉണ്ടായി. പോളൻ ഗ്രെയിന്റെ വേറൊരു പേരാണ് മൈക്രോസ്പോർ. മറ്റൊരു പേരാണ് മെയിൽ ഗ്യാം. പോളൻ ഗ്രെയിൻ കോണിന് 3 പേരുണ്ട്. മെയിൽ കോൺ, മെയിൽ സ്നോബിലസ്, മൈക്രോസ്പൊറാഞ്ചിയം. അതുപോലെ അതിന്റെ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തുള്ള മൈക്രോസ്പോർ മദർ സെല്ലുകൾ മിയോസിസിലൂടെ ഡിവൈഡ് ചെയ്തുണ്ടാകുന്ന
സ്പോർ തന്നെ പറയാം, മൈക്രോസ്പോർ. ആ പോളൻ ഗ്രെയിനിന് 3 പേരുണ്ട്. ഒന്നുകിൽ പോളൻ ഗ്രെയിൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മൈക്രോസ്പോർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മെയിൽ ഗ്യാമറ്റോഫൈറ്റ്. ഇതിന്റെ റീസൺ ഞാൻ പറഞ്ഞു. പോളൻ ഗ്രെയിനകത്താണ് മെയിൽ ഗ്യാമറ്റ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പോളൻ ഗ്രെയിൻ എന്ന് വിളിക്കുന്നത് മെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ജിംനോസ്പേംസിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അപ്പൊ മെയിൽ പോണം. അപ്പൊ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താ? ജിംനോസ്പേംസിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് ജിംനോസ്പേംസിന്റെ. അപ്പൊ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ശ്രദ്ധിച്ച്, മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ മെയിൽ കോൺ ആണെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്തായിരിക്കും? ഫീമെയിൽ കോൺ. കുറച്ച് വലുപ്പമുള്ള കോണാണ്. മെയിൽ കോണിനേക്കാൾ കുറച്ചുകൂടി വലുപ്പമുള്ള കോണുകളാണ് ജിംനോസ്പേംസിന്റെ ഫീമെയിൽ കോൺ. മെയിൽ കോണിനേക്കാൾ വലുപ്പമാണ് ആർക്ക്? ഫീമെയിൽ കോൺ. വലിപ്പം കൂടുതൽ ആർക്കാണ്? ഫീമെയിൽ കോൺ. ഇതാണ് ഫീമെയിൽ കോൺ, ജിംനോസ്പേംസിന്റെ ഫീമെയിൽ കോൺ. അപ്പൊ ഫീമെയിൽ കോണിന്റെ പേരെന്തൊക്കെയായിരിക്കും? ഒന്നുകിൽ ഫീമെയിൽ കോൺ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഫീമെയിൽ സ്ട്രോബിലസ് എന്ന് വിളിക്കാം, ഫീമെയിൽ സ്ട്രോബിലസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അവിടെ മൈക്രോസ്പൊറാഞ്ചിയേറ്റ് എന്ന് വിളിച്ച് ഇവിടെ നമുക്ക് എന്ത് വിളിക്കാം? മെഗാസ്പൊറാഞ്ചിയേറ്റ് എന്ന് വിളിക്കാം. മെഗാസ്പൊറാഞ്ചിയേറ്റ്. അവിടത്തെ പോലെ തന്നെ ഇവിടെ സെൻട്രൽ ആര് വരും? ആക്സിസ് വരും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്രോസ് സെക്ഷൻ, സോറി ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ LS എടുക്കുന്നു. ഇങ്ങനെയുള്ള സെക്ഷൻ ഇങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും സെൻട്രൽ ആര് വരും? ആക്സിസ് വരും. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ആക്സിസ് അവിടെയുണ്ട്. ഇവിടെ നമ്മൾ മൈക്രോ എന്ന് പറഞ്ഞിടത്തൊക്കെ മെഗാ എന്ന് പറയുക, അത്രേ ഉള്ളൂ. അപ്പൊ ആക്സിസിനകത്ത് ആര് വരും? അവിടെ മൈക്രോ സ്പോറോഫിൽ ആണെങ്കിൽ ഇവിടെ വരുന്ന ആളുടെ പേരെന്താ? മെഗാസ്പോറോഫിൽ. അപ്പൊ ഞാൻ ഇപ്പൊ വരച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രക്ചർ ആണ് ഏത്? മെഗാസ്പോറോഫിൽ. അപ്പം കോണിനകത്ത് അതിന്റെ ആക്സിസിൽ അറ്റാച്ച്ഡ് ആയിരിക്കൊണ്ട് മെഗാസ്പോറോഫിൽ. മെഗാസ്പോറോഫിലുണ്ട് അല്ലേ? ഓരോ മെഗാസ്പോറോഫിലും ഓരോ മെഗാസ്പൊറാഞ്ചിയം വരും. ഓരോ മെഗാസ്പോറോഫിലുകളിലും ആര് വരും? ഓരോ മെഗാസ്പൊറാഞ്ചിയം. അപ്പം സെന്ററിലായിട്ട് ആരുണ്ട്? ആക്സിസ് ഉണ്ട്. ആക്സിസിൽ ആരിരിക്കുകയാണ്? മെഗാസ്പോറോഫില്ലുകൾ. ഇങ്ങനെ ആരുണ്ട്? മെഗാസ്പോറോഫില്ലുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ മൈക്രോസ്പോറോഫില്ല്, ഇവിടെ ആരാണ്? മെഗാസ്പോറോഫിൽ. ഓരോ മെഗാസ്പോറോഫില്ലും ഓരോ മെഗാസ്പൊറാഞ്ചിയം. ഓരോ മെഗാസ്പോറോഫില്ലിലും അവിടെ മൈക്രോസ്പൊറാഞ്ചിയം, ഇവിടെ എന്താണ്? ഇവിടെ മെഗാസ്പൊറാഞ്ചിയം. മെഗാസ്പൊറാഞ്ചിയം മെഗാസ്പൊറാഞ്ചിയത്തിന്റെ വേറൊരു പേരാണ് ഓവ്യൂൾ. മെഗാസ്പൊറാഞ്ചിയത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഒവ്യൂൾ എന്നാണ്. ഒവ്യൂൾ എന്ന് വിളിക്കും. മെഗാസ്പൊറാഞ്ചിയം ഈസ് അതർവൈസ് നോൺ ആസ് ഓവ്യൂൾ. ഇനി ഈ മെഗാസ്പൊറാഞ്ചിയത്തിനകത്ത് ആരുണ്ട്? ഇനിയാണ് നോട്ട് ഇവിടെ ചെറിയ ഡിഫറൻസ്. ഇവിടെ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് മൈക്രോസ്പോർ മദർ സെൽ ആയിരുന്നല്ലേ? ഇവിടെ മെഗാസ്പൊറാഞ്ചിയത്തിനകത്ത് ഒരു ടിഷ്യൂ ഉണ്ട് കേട്ടോ. ഈ മെഗാസ്പൊറാഞ്ചിയത്തിനകത്ത് ഒരു ടിഷ്യൂ ഉണ്ട്. ടിഷ്യൂ മീൻസ് ഗ്രൂപ്പ് ഓഫ് സെൽസ്, കുറെ സെല്ലുകളുടെ കൂട്ടാണ്. ഇതാണ് മെഗാസ്പൊറാഞ്ചിയം. ഞാനിവിടെ വലുതാക്കി വരച്ചിരിക്കുന്നേ ഉള്ളൂ കുറച്ച്. ഓക്കെ, ഇതിനകത്തൊരു ടിഷ്യൂ ഉണ്ട്. ഈ മെഗാസ്പൊറാഞ്ചിയത്തിന്റെ അല്ലെങ്കിൽ ഒബ്യൂളിനകത്തിരിക്കുന്ന ടിഷ്യൂവിന്റെ പേരാണ് ന്യൂസെലസ്. NUCELLEUS. ന്യൂസെലസ് എന്താ വിളിക്കും? ന്യൂസെലസ്. അപ്പൊ മെഗാസ്പൊറാഞ്ചിയത്തിനകത്തുള്ള സെല്ലിന്റെ പേര്, സോറി ടിഷ്യൂവിന്റെ പേരാണ് ന്യൂസെലസ്. മെഗാസ്പൊറാഞ്ചിയത്തിനകത്ത് ന്യൂസെലസ്. ഇവിടെ ഇനി അങ്ങോട്ട് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. ഇവിടെ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തുള്ള എല്ലാ സെല്ലും മൈക്രോസ്പോർ മദർ സെല്ലാണ്, അല്ലെങ്കിൽ മെജോറിറ്റി സെല്ലും മൈക്രോസ്പോർ മദർ സെൽ. പക്ഷേ ഇവിടെ മെഗാസ്പൊറാഞ്ചിയത്തിനകത്തുള്ള ന്യൂസെലസ് എന്ന് പറയുന്ന ടിഷ്യൂവില് ഒരേ ഒരു സെൽ, അതായത് ഒരു മെഗാസ്പൊറാഞ്ചിയത്തിനകത്തുള്ള ഒരേ ഒരു സെല്ല്, ന്യൂസെലസിലുള്ള ഒറ്റ സെല്ല് മാത്രമേ മെഗാസ്പോർ മദർ സെല്ലാകൂ. ഒരേ ഒരു സെല്ല് മാത്രമാണ് മെഗാസ്പോർ മദർ സെൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തുള്ള എല്ലാ സെല്ലും, മെജോറിറ്റി സെല്ലും എന്തായിരുന്നു? മൈക്രോസ്പോർ മദർ സെല്ലായിരുന്നു. ഇവിടെ മെഗാസ്പൊറാഞ്ചിയത്തിനകത്തുള്ള ന്യൂസെലസ് എന്ന് പറയുന്ന ടിഷ്യൂവിലെ ഒരൊറ്റ സെൽ, അതായത് ഒരു കോണിലല്ല, ഒരു മെഗാസ്പൊറാഞ്ചിയത്തിൽ ഒരു സെല്ല്, ഒരു മെഗാസ്പോർ മദർ സെൽ. എല്ലാ മെഗാസ്പൊറാഞ്ചിയത്തിനകത്തും ആരുണ്ട്? ന്യൂസെലസ് എന്ന് പേരുള്ള ടിഷ്യൂ ഉണ്ട് അല്ലേ? ഈ ഇരിക്കുന്ന എല്ലാ റൗണ്ട് സർക്കുലർ സ്ട്രക്ചർ എന്താണ്? അല്ലെങ്കിൽ സ്ഫെറിക്കൽ സ്ട്രക്ചർ എന്താണ്? ഓവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയം ആണ്.
അതിനകത്ത് ആരുണ്ട്? ന്യൂസലസ് എന്ന് പറയുന്ന ടിഷ്യൂ ഉണ്ട്. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് സെല്ലുകൾ. ആ ടിഷ്യൂലെ ന്യൂസലസ് എന്ന് പറയുന്ന ടിഷ്യൂല് ഒരൊറ്റ സെല്ല് മാത്രമാണ് മെഗാസ്പോർ മദർ സെൽ. ഒരേ ഒരു സെൽ. ഇപ്പൊ ന്യൂസലസിലെ അപ്പൊ എല്ലാ മെഗാസ്പോറാഞ്ചിയത്തിനകത്തും ന്യൂസലസ് എന്ന് പറയുന്ന ടിഷ്യൂ ഉണ്ട്. അതിലുള്ള ഓരോ സെല്ല് മാത്രമാണ് മെഗാസ്പോർ മദർ സെൽ. അല്ലെ? അതെന്തിനു വിധേയമാവുന്നു? മിയോസിസ്. മെഗാസ്പോർ മദർ സെൽ ആകുമ്പോൾ അതെന്തിനു വിധേയമാവും? മിയോസിസിന് വിധേയമാവും. അല്ലെ? അപ്പൊ ഈ സെല്ലിനകത്തുള്ള എല്ലാ മെഗാസ്പോറാഞ്ചിയും ഞാൻ വേണമെങ്കിൽ അത് മാറ്റി വരിക. ഇതാണ് ഒബ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പോറാഞ്ചിയം. ഇതിനകത്ത് ധാരാളം ടിഷ്യൂ ഉണ്ട്. ആ ടിഷ്യൂവിനെയാണ് നമ്മൾ ന്യൂസലസ്. ഇതിനകത്തുള്ള ടിഷ്യൂവിനെ നമ്മൾ എന്ത് വിളിച്ചു? ന്യൂസലസ് എന്ന് വിളിച്ചു. അതിലുള്ള ഒരേ ഒരു സെല്ലിനെ നമ്മൾ എന്ത് വിളിച്ചു? മെഗാസ്പോർ മദർ സെല്ല്. മെഗാസ്പോർ മദർ സെല്ല് അല്ലെ? അത് മിയോസിസിലൂടെ ഡിവൈഡ് ചെയ്ത് 4 സെല്ലാണ്. അപ്പൊ ഒരു സെല്ല് മിയോസിസിലൂടെ ഡിവൈഡ് ചെയ്താൽ 4 സെല്ലെന്ന് പ്രത്യേകിച്ച് പറയേണ്ട. ഡിവിഷൻ മിയോസിസ് ആണെങ്കിൽ ഒരു സെല്ല് മിയോസിസിലൂടെ ഡിവൈഡ് ചെയ്തെങ്കിൽ ഷുവർ ആയിട്ട് 4 ഡോട്ടർ സെല്ല് ഫോം ചെയ്യും. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു കാര്യം പറയുന്നത്, ഇവിടെ 4 സെല്ല് ഡോട്ടർ സെല്ല് ഫോം ചെയ്താണ്. അപ്പം ഒരു ഓവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പോറാഞ്ചിയത്തിനകത്ത് ന്യൂസലസ് എന്ന് പറയുന്ന ടിഷ്യൂ ഉണ്ട്. ആ ടിഷ്യൂവിൽ ധാരാളം സെല്ല് ഉണ്ടെങ്കിലും ഒറ്റ സെല്ല് മാത്രമാണ് മെഗാസ്പോർ മദർ സെല്ല്. അതൊരു ഓക്കെയാണ്. ആ മെഗാസ്പോർ മദർ സെല്ല് മിയോസിസിലൂടെ ഡിവൈഡ് ചെയ്യും. അപ്പൊ എത്ര ഡോട്ടർ സെല്ല് വരും? 4. 3 നശിച്ചു പോകും. ഒരേ ഒരു മെഗാസ്പോർ മാത്രം. അപ്പൊ മെഗാസ്പോർ മദർ സെല്ല് മിയോസിലൂടെ ഡിവൈഡ് ചെയ്ത് ആരുണ്ടായി? 4 മെഗാസ്പോറുകൾ ഉണ്ടായെങ്കിൽ 3 പോയി. ഇല്ല, നശിച്ചു പോയി. ഒരൊറ്റ മെഗാസ്പോർ മാത്രമേ ഉള്ളൂ. അത് ഡെവലപ്പ് ചെയ്ത് ആ ഒരേ ഒരു മെഗാസ്പോർ ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ സാക്ക് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവും. എന്താണ് ആ സ്ട്രക്ചറിന്റെ പേര്? ആ ഒരേ ഒരു മെഗാസ്പോർ വളർന്ന് എന്ത് സ്ട്രക്ചർ ഉണ്ടാവും? എംബ്രിയോ സാക്ക്. ആ സ്ട്രക്ചറിന്റെ പേര് പറഞ്ഞ പോലെ എംബ്രിയോ സാക്ക്. ഈ എംബ്രിയോ സാക്കിനെ വേണമെങ്കിൽ നമുക്ക് ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് എന്ന് വിളിക്കാം. എന്തുകൊണ്ട്? അതിനകത്താണ് ഫീമെയിൽ ഗ്യാമിറ്റ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് എന്ന് വേണമെങ്കിൽ എംബ്രിയോ സാക്കിനെ വിളിക്കാം. നമ്മൾ പോളഗ്രെയിൻ എന്ന് വിളിച്ചു മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് എന്ന്. കാരണം പോളഗ്രെയിനകത്താണ് മെയിൽ ഗ്യാമിറ്റ് ഇരിക്കുന്നത്. അതുപോലെ എംബ്രിയോ സാക്ക്. അപ്പം ഒന്നുകൂടി എങ്ങനെ എംബ്രിയോ സാക്ക് ഉണ്ടായ? ഈ മെഗാസ്പോറാഞ്ചിയം അല്ലെങ്കിൽ ഒബ്യൂളിനകത്തുള്ള ഒരേ ഒരു സെല്ല്, അതിന്റെ ടിഷ്യൂ ആണ് ന്യൂസലസ് അതിനകത്തുള്ള, അതിലെ ഒരൊറ്റ സെല്ല് മിയോസിസിലൂടെ 4 മെഗാസ്പോർ ആയെങ്കിലും 3 മെഗാസ്പോർ നശിച്ചു പോയി, ഇല്ലാതെയായി, ഡീജനറേറ്റ് ചെയ്തു. ഒരൊറ്റ മെഗാസ്പോർ മാത്രം വളർന്ന് ഒരു സ്ട്രക്ചറായിട്ട് മാറി. ഓവ്യൂളിനകത്ത് ഒരു സ്ട്രക്ചറായി മാറി. ആ സ്ട്രക്ചറിന്റെ പേരാണ് എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ്. ഈ എംബ്രിയോ സാക്കിനകത്ത് 2 അതിലധികമോ ആർക്കിഗോണിയം വരും. ഒരു എംബ്രിയോ സാക്കിനകത്ത് 2 അതിലധികമോ ആര് വരും? ആർക്കിഗോണിയം വരും. ആർക്കിഗോണിയം വരും. 2 അതിലധികം ആർക്കിഗോണിയം. നമുക്കറിയാം ആർക്കിഗോണിയത്തിനകത്താണ് ഫീമെയിൽ ഗ്യാമിറ്റ് ആയിട്ടുള്ള എഗ് ഇരിക്കുന്നില്ലേ? ആർക്കിഗോണിയത്തിനകത്ത് എന്ത് കാണും? ഫീമെയിൽ ഗ്യാമിറ്റ് ആയിട്ടുള്ള എഗ് കാണും. എഗ്ഗിനെ നമ്മൾ ഫീമെയിൽ ഗ്യാമിറ്റ്. ഇതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പൊ മെയിലിനേക്കാൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് ഫീമെയിൽ. ചില വ്യത്യാസങ്ങൾ അല്ലേ? ഇതുപോലെ ഇവിടെ മൈക്രോ പറഞ്ഞ എല്ലാവരുടെ മെഗാ ആണെങ്കിലും ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീമെയിൽ കോൺ അല്ലെങ്കിൽ ഫീമെയിൽ സ്ട്രോബിലസ് ഓർ മെഗാസ്പോറാഞ്ചിയറ്റ്. അതിനുള്ളിൽ മെഗാസ്പോറോഫില്ല്. ഓരോ മെഗാസ്പോറോഫില്ലും ഓരോ മെഗാസ്പോറാഞ്ചിയം അല്ലെങ്കിൽ ഒബ്യൂള്. ഈ ഓവ്യൂളിനകത്തുണ്ടായിരുന്ന ടിഷ്യൂവിന്റെ പേരാണ് ന്യൂസലസ്. ആ ന്യൂസലസിൽ ഒരുപാട് സെൽ ഉണ്ടെങ്കിലും ഒരേ ഒരു സെൽ മാത്രം മിയോസിസിലൂടെ ഡിവൈഡ് ചെയ്തു. അങ്ങനെ എല്ലാ ഓവ്യൂളുകൾക്കകത്തും അല്ലെങ്കിൽ എല്ലാ മെഗാസ്പോറാഞ്ചിയത്തിനകത്തുമുള്ള ന്യൂസലസിലെ ഒരൊറ്റ സെല്ല് വീതം മാത്രം എന്ത് ചെയ്യുന്നു? മിയോസിസിലൂടെ ഡിവൈഡ് ചെയ്ത് മെഗാസ്പോർ ആവുന്നു. 4 മെഗാസ്പോർ ഉണ്ടാവുമെങ്കിൽ 3 പോയിട്ട് നശിച്ചു പോയിട്ട് ഒരു മെഗാസ്പോർ മാത്രം ഡെവലപ്പ് ചെയ്ത് ആരാവുന്നു? എംബ്രിയോ സാക്കായി മാറുന്നു. ഒരു എംബ്രിയോ സാക്കിനകത്ത് 2 or more ആർക്കിഗോണിയ, 2 അതിലധികമോ ആർക്കിഗോണിയ. നമുക്കറിയാം ഓരോ ആർക്കിഗോണിയയിലും ഫീമെയിൽ ഗ്യാമിറ്റ് ആയിട്ടുള്ള ഓരോ എഗ് കാണും. ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ഫീമെയിൽ ആരുടെ? ജിംനോസ്പോംസിന്റെ മെയിൽ കോൺ, ഫീമെയിൽ കോൺ, പിന്നെ അതിനകത്തുള്ള പറഞ്ഞ സ്ട്രക്ചർ. അപ്പൊ ഇനി എങ്ങനെയാണ് ഇതിന്റെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്? അല്ലെ, ഇതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെയാണ്, ക്ലിയർ ആണ്. ഇനി എങ്ങനെയാണ് ഇതിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് നോക്കാം. ഓക്കെ, ഇതിനകത്ത് സിമ്പിൾ ആയിട്ടാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഈ മെയിൽ കോൺ പൊട്ടുമ്പോഴേ മെയിൽ കോൺ കുറെ ദിവസം കഴിയുമ്പോൾ മെച്ചറാവും. മെയിൽ കോൺ ഫീമെയിൽ കോണും ഒക്കെ മെച്ചറാവും. മെച്ചറാകുമ്പോൾ ഇങ്ങനെ ഇവിടെ ഗ്യാപ്പുകളൊക്കെ വരും കേട്ടോ. മെച്ചറാകുമ്പോൾ ഇതിൽ ചെറുതായിട്ട് റപ്ചറാവും, പൊട്ടി ഇങ്ങനെ ഗ്യാപ്പുകളൊക്കെ വരും. അങ്ങനെ ഈ മൈക്രോസ്പൊറാഞ്ചിയം പൊട്ടിയാൽ എന്ത് ചെയ്യും? മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് നിറച്ചും പോളഗ്രെയിൻ അല്ലെങ്കിൽ മൈക്രോസ്പോറ അല്ലെങ്കിൽ വേറെ ഒരു പേരുണ്ട് മെയിൽ ഗ്യാമിറ്റ്. അപ്പൊ എന്തായാലും മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തുള്ള എല്ലാ സെല്ലും മൈക്രോസ്പോർ മദർ സെല്ലായിരുന്നു. അതെല്ലാം മിയോസിലൂടെ ഡിവൈഡ് ചെയ്ത് പോളഗ്രെയിൻ. അവിടെ ഇങ്ങനെ സെല്ല് നശിച്ചു പോയൊന്നുമില്ല. അവിടെ കണ്ടതുപോലെ
ഫീമെയിലിന് സെല്ല് നശിക്കില്ല. ഒരു സെൽ ഡിവൈഡ് 4 പോളഗ്രീൻ ഉണ്ടായാൽ 4 ഫങ്ഷണൽ ആണ്. അങ്ങനെ ഒരു 1000 മെഗാസ്പോർ മദർ സെൽ ഉണ്ടെങ്കിൽ 1000 പേര് മിയോസിൻ ഡിവൈഡ് ചെയ്താൽ 4000 പോളഗ്രീൻ. അത് ഒരു മൈക്രോസ്പൊറാഞ്ചിന്റെ കാര്യം പറയുന്നത്. അങ്ങനെ എല്ലാ മൈക്രോസ്പൊറാഞ്ചിനകത്തും ഉള്ള മൈക്രോസ്പോർ മദർ സെല്ലുകൾ മിയോസിസിലൂടെ ഡിവൈഡ് ചെയ്ത് ആരായി മാറി? ധാരാളം സ്പോറുകളായി മാറി. അങ്ങനെ ഈ മെയിൽ കോൺ പൊട്ടി അതിന്റെ മൈക്രോസ്പൊറാഞ്ചിയം പൊട്ടുമ്പോ ആര് പുറത്തു വരും? പോളൻ ഗ്രെയിൻസ് പുറത്തു വരും. ആര് പുറത്തു വരും? പോളൻ ഗ്രെയിൻ. മറന്നുപോലെ ഈ പോളൻ ഗ്രെയിനകത്തല്ല എന്തുണ്ട്? മെയിൽ ഗ്യാമീറ്റ് ഉണ്ടല്ലേ? ഉണ്ടോ? പോളൻ ഗ്രെയിൻ പുറത്തു വന്നുണ്ടോ? പോളൻ ഗ്രെയിൻ പുറത്തു വന്നു. ഈ പോളൻ ഗ്രെയിൻ കാറ്റിലൂടെ പറന്നുപോയി ഫീമെയിൽ കോണിൽ വീഴും. കാറ്റിലൂടെ പറന്നു പോയിട്ട് എവിടെ വീഴും? ഫീമെയിൽ കോണിന്റെ പുറത്ത് വീഴും പോളൻ ഗ്രെയിൻ. ഒന്നല്ല, കുറെ പോളൻ ഗ്രെയിൻ പോയി വീഴും. ഈ പോളൻ ഗ്രെയിൻസ് ഒക്കെ എവിടെ പോയി വീഴും? ഫീമെയിൽ കോണിന്റെ പുറത്ത് പോയി വീഴും ഈ പോളൻ ഗ്രെയിൻസ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ. അല്ലേ? മെയിൽ കോണിൽ നിന്ന് ഫീമെയിൽ കോണിലോട്ട് പോളൻ ഗ്രെയിനെ ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ എന്ത് വിളിക്കും? പോളിനേഷൻ എന്ന് വിളിക്കും. പോളിനേഷൻ, ട്രാൻസ്ഫർ ഓഫ് പോളൻ. ഇവിടെ മെയിൽ കോണിൽ നിന്ന് ഫീമെയിൽ കോണിലോട്ടാണ് പോകുന്നത്. മെയിൽ കോണിലാണ് പോളൻ ഗ്രെയിൻ ഉള്ളത്. അത് കാറ്റിലൂടെ പറന്നുപോയി. ഇപ്പൊ ഈ പൈൻ മരത്തെ സംബന്ധിച്ച് ഒരു പൈൻ മരം, ഇതാണ് ഒരു സിംഗിൾ മരമാണ് വിചാരിച്ചു. ഇതിൽ ഒറ്റ മരത്തിൽ തന്നെ മുകളിലുള്ള ഒരു ബ്രാഞ്ചിൽ ചിലപ്പോൾ മെയിൽ കോൺ നിൽക്കും, പിന്നെ തൊട്ട് താഴെയുള്ള ബ്രാഞ്ചിൽ തന്നെ ഫീമെയിൽ കോൺ ആണ്. അതായത് 2 കോണുകളും ഒരു മരത്തിൽ തന്നെയാണ്. അപ്പൊ പോളിനേഷൻ എളുപ്പമാണ്. അതിന്റെ ഒരു കോണിൽ നിന്ന് പോളൻ ഗ്രെയിൻ പോയിട്ട് ഒരു മെയിൽ കോണിൽ നിന്ന് പോയിട്ട് മെയിൽ കോണിൽ വീണിട്ട് കാര്യമില്ല. മെയിൽ കോണിൽ നിന്ന് റിലീസ് ആവുന്ന പോളൻ ഗ്രെയിൻ എവിടെ വീഴണം? ഫീമെയിൽ കോണിൽ വീഴണം. പക്ഷെ പൈൻ മരങ്ങൾ എളുപ്പമാണ്. ഞാൻ പറഞ്ഞു പൈന്റെ പ്രത്യേകത ഒരു മരത്തിൽ തന്നെ, ഒരൊറ്റ പ്ലാന്റിൽ തന്നെ 2 കോണുണ്ട്. മെയിൽ കോണും ഉണ്ട്, ഫീമെയിൽ കോൺ. അതുകൊണ്ട് ജസ്റ്റ് പോളൻ ഗ്രെയിൻ വന്നിട്ട് അതേ മരത്തിൽ തന്നെ ഫീമെയിൽ കോൺ അവിടെ അങ്ങ് വീണാൽ മതി. അതേസമയം സൈക്കസിലാണെങ്കിൽ രണ്ടും 2 പ്ലാന്റുകൾ. ഒരു സൈക്കസ് മരത്തിൽ മെയിൽ കോൺ ആണെങ്കിൽ അതിൽ ഫീമെയിൽ കോൺ കാണില്ല, ഫീമെയിൽ കോൺ മറ്റൊരു മരത്തിലായിരിക്കും. ഇതിവിടെ സൈക്കസിന്റെ ഒരു പ്രത്യേകതയാണ്, 2 2 ഒരു മരത്തിൽ ഒള്ളി മെയിൽ കോൺ മാത്രം, മറ്റൊരു മരത്തിൽ ഒള്ളി ഫീമെയിൽ കോൺ മാത്രം. അപ്പം ഈ മരത്തിലുള്ള മെയിൽ കോണിലെ പോളൻ ഗ്രെയിൻ കാറ്റിലൂടെ പറഞ്ഞ് മറ്റൊരു ട്രീ, മറ്റൊരു സൈക്കസിന്റെ ഫീമെയിൽ കോണിൽ വീണു. രണ്ടും ഇതിൽ മെയിൽ കോൺ മാത്രമേ ഉള്ളൂ, ഇതിൽ ഫീമെയിൽ കോൺ. 2 2 പൈൻ അങ്ങനെയല്ല പറഞ്ഞു. പൈൻ ഒരു മരത്തിൽ തന്നെ മെയിൽ കോണും കാണും, അതേ മരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് തന്നെ ഫീമെയിൽ കോണും കാണും. പക്ഷെ സൈക്കസിൽ അങ്ങനെയില്ല. ഒരു സൈക്കസിൽ ഒന്നുകിൽ മെയിൽ കോൺ അല്ലെങ്കിൽ ഫീമെയിൽ കോൺ, അല്ലെ? അപ്പൊ അവിടെ പോളൻ ഗ്രെയിൻ കുറച്ച് ദൂരം സഞ്ചരിക്കേണ്ടി വരും. ക്ലിയർ? പോളൻ ഗ്രെയിൻ പോയി എവിടെ വീഴുന്നു? ഫീമെയിൽ കോൺ. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഫീമെയിൽ കോണിൽ വീണ പോളൻ ഗ്രെയിൻ മാക്സിമം ഏതുവരെ എത്തും? ഓവിയൂളിന്റെ അടുത്ത് വരെ ഇങ്ങനെ പോളൻ ഗ്രെയിൻ എത്താൻ പറ്റും. ഓവിയൂൾ മീൻസ് മൈക്രോസ്പൊറാഞ്ച്, സോറി മെഗാസ്പൊറാഞ്ച്. അപ്പൊ ഈ പോളൻ ഗ്രെയിൻ മാക്സിമം പോയാൽ ആരുടെ അടുത്ത് വരെ എത്താൻ പറ്റും? ഓവിയൂളിന്റെ അടുത്ത് വരെ എത്താൻ പറ്റും, അല്ലെ? ഓവിയൂൾ അല്ലെങ്കിൽ ഈ പിക്ചറിൽ പറഞ്ഞുതരാം. മാക്സിമം പോയാൽ ഈ പോളൻ ഗ്രെയിൻ എത്താൻ പറ്റുന്ന ഏതുവരെ? ഓവിയൂളിന്റെ അടുത്ത് വരെ എത്താം. പക്ഷെ എന്നാലും ഫെർട്ടിലൈസേഷൻ നടക്കില്ല. കാരണം പോളൻ ഗ്രെയിൻ അകത്തിരിക്കുന്ന മെയിൽ ഗ്യാമീറ്റിന് ഓവിയൂളിനകത്തിരിക്കുന്ന, ഓവിയൂൾ എന്ന് പറഞ്ഞാൽ മെഗാസ്പൊറാഞ്ച്, ഓവിയൂളിനകത്തിരിക്കുന്ന എംബ്രിയോ സാക്കിനകത്തിരിക്കുന്ന ആർക്കിഗോണിയത്തിലിരിക്കുന്ന എഗ്ഗുമായിട്ട് ഫിക്സ് ചെയ്യണം. പക്ഷെ പോളൻ ഗ്രെയിന് എവിടെ വരെ പോകാൻ പറ്റുള്ളൂ? ഓവിയൂളിന്റെ പുറത്ത് വരെ പോകും. ഓവിയൂളിന്റെ അകത്ത് പോളൻ ഗ്രെയിന് കയറാൻ പറ്റൂല. അപ്പോൾ പോളൻ ഗ്രെയിൻ അവിടെ നിന്ന് എന്ത് ചെയ്യും? ഇവിടെ സംഭവിക്കാൻ പോണ കാര്യം ഞാൻ ഇവിടെ കുറച്ച് പലതായിട്ട് പറയാം, അപ്പൊ മനസ്സിലാവും. ഇവിടെ സംഭവിക്കുന്ന വേറൊന്നുമല്ല, ഈ പോളൻ ഗ്രെയിനിൽ നിന്ന് ഒരു ട്യൂബ് ഉണ്ടാവും. അത് നമ്മൾ പോളൻ ട്യൂബ് എന്ന് പറയും. ഈ ട്യൂബ് ആയിരിക്കും ഈ ഓവിയൂളിനകത്ത് ഇറങ്ങി പോണേ. അല്ല, പോളൻ ഗ്രെയിൻ ഇറങ്ങി പോവില്ല. പോളൻ ഗ്രെയിനിൽ നിന്ന് ഫോം ചെയ്യുന്ന ഒരു പോളൻ ട്യൂബ്, ആ ട്യൂബിന്റെ പേര് മറന്നുപോലെ പോളൻ ട്യൂബ് എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ പോളൻ ഗ്രെയിൻ മെയിൽ കോണിൽ പോയി ഫീമെയിൽ കോണിന്റെ പുറത്ത് വീണു. ആ പോളൻ ഗ്രെയിൻ ഇപ്പൊ ആരുടെ അടുത്തായിരിക്കുന്നത്? മെഗാസ്പൊറാഞ്ച് അല്ലെങ്കിൽ ഒബ്യൂളിനകത്തായിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ സംഗതി എന്താ? പോളൻ ഗ്രെയിൻ അകത്തിരിക്കുന്ന മെയിൽ ഗ്യാമീറ്റിന് ഓവിയൂളിനകത്തിരിക്കുന്ന എംബ്രിയോ സാക്കിനകത്തിരിക്കുന്ന ആർക്കിഗോണിയക്കകത്തിരിക്കുന്ന എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യണം. ഡയറക്റ്റ് പറ്റില്ല, കാരണം പോളൻ ഗ്രെയിൻ അകത്ത് പോകാൻ പറ്റില്ല. ഓവിയൂളിനകത്ത് പോളൻ ഗ്രെയിൻ പോകാതെ അതിനകത്തിരിക്കുന്ന മെയിൽ ഗ്യാമീറ്റിന് പോകാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്താ വഴി? പോളൻ ഗ്രെയിൻ അവിടെ നിന്നൊരു ട്യൂബ് ഉണ്ടാക്കി. ഈ ട്യൂബിന്റെ പേരാണ് പോളൻ ട്യൂബ്. ഈ പോളൻ ട്യൂബ് വളർന്ന് ഒബ്യൂളിനകത്തെത്തി എംബ്രിയോ സാക്കിനകത്തെത്തിയിട്ട് നേരെ ആരുടെ അടുത്തെത്തി? ആർക്കിഗോണിന്റെ അടുത്തെത്തി. ഇപ്പൊ പോളൻ ട്യൂബ് വളർന്ന് ആർക്കിഗോണിന്റെ അടുത്ത് വരെ എത്തി. ഈ മെയിൽ ഗ്യാമീറ്റ് ഏതിലൂടെ ഇറങ്ങി വരും? ഈ പോളൻ ട്യൂബിലൂടെ ഇറങ്ങി വരും. മെയിൽ ഗ്യാമീറ്റ് പോളൻ ട്യൂബിലൂടെ ഇറങ്ങി വന്നിട്ട് എവിടെ എത്തി? ആർക്കിഗോണിയുടെ അകത്തെത്തിയിട്ട് അവിടെ ഇരിക്കുന്ന എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ മെയിൽ ഗ്യാമീറ്റ് എന്ത് ചെയ്യും? മെയിൽ ഗ്യാമീറ്റ് എവിടെ ഇറങ്ങിപ്പോവും?
ആർക്കിഗോണിക്കകത്ത് ഇപ്പൊ എന്തിലൂടെയാ പോകുന്ന പോളങ്കിനകത്ത് കയറിയില്ല. നോക്കിയാ പോളങ്കിന് ഇപ്പോഴും പുറത്ത് തന്നെ ഇരിക്കുന്നു. പോളങ്കിന് ഒബ്യൂളിനകത്ത് കയറിയോ? പോളങ്കിന് പോയി ഫീമെയിൽ കോണിന്റെ പുറത്ത് വീഴേ ഉള്ളൂ. പോളങ്കിന് ഒരിക്കലും ഒബ്യൂളിനകത്ത് പോകാൻ പറ്റൂല. പക്ഷേ പോളങ്കിനകത്ത് ഇരിക്കുന്ന മെയിൽ ഗ്യാമേറ്റിനെ ഓവ്യൂളിനകത്ത് എത്തിച്ചേ പറ്റൂ. അപ്പൊ എന്താണ് വഴി? ഓവ്യൂളിന്റെ പുറത്തിരുന്നു കൊണ്ട് പോളങ്കിന് ഒരു ട്യൂബ് ഉണ്ടാക്കും. ആ ട്യൂബിന്റെ പേരാണ് പോളൻ ട്യൂബ്. ആ പോളൻ ട്യൂബ് വളർന്ന് 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 ഓവ്യൂളിനകത്തെത്തി, എംബ്രിയോ സാക്കിനകത്തെത്തി, ആർക്കിഗോണിയുടെ അടുത്തെത്തിയതിനു ശേഷം ഈ പോളൻ ട്യൂബിലൂടെ ആരിറങ്ങിപ്പോയി? പോളങ്കിനകത്തിരുന്ന മെയിൽ ഗ്യാമേറ്റ് പോളൻ ട്യൂബിലൂടെ ഇറങ്ങിപ്പോയിട്ട് ആരുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു? എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അപ്പൊ എന്തുണ്ടാകും നമുക്കറിയാം. മെയിൽ ഗ്യാമേറ്റ് എഗ്ഗും കൂടി ഫ്യൂസ് ചെയ്താൽ സൈഗോട്ട് ഉണ്ടാകും. മെയിൽ ഗ്യാമേറ്റ് എഗ്ഗും കൂടി ഫ്യൂസ് ചെയ്താൽ ആരുണ്ടാകും? നമ്മള് എല്ലാത്തിനും ആൽഗോട്ട് പഠിച്ചതാ. മെയിൽ ഗ്യാമേറ്റും എഗ്ഗും കൂടി. ഇതിപ്പോ മെയിൽ ഗ്യാമേറ്റ് എന്ന് വിചാരിക്കുക, ഇത് ഫീമെയിൽ എഗ് എന്ന് വിചാരിക്കുക. ഇത് രണ്ടുപേരും കൂടി ഫ്യൂസ് ചെയ്യുന്ന ആരുണ്ടാകും? സൈഗോട്ട് ഉണ്ടാകും അല്ലേ? സൈഗോട്ട് ഉണ്ടാകും. അപ്പൊ ഈ സൈഗോട്ട് ഉണ്ടായ എവിടെയാ? ഓവ്യൂളിനകത്താ. മറന്നുപോലെ എംബ്രിയോ സാക്കിനകത്താണ് സൈഗോട്ട് ഉണ്ടായത്. ഈ എംബ്രിയോ സാക്കിനകത്താണ് ആർക്കിഗോണിയ അല്ലെ? അതിനകത്താണ് എഗ്. അതുമായിട്ടാണ് മെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെയാണ് സൈഗോട്ട് ഉണ്ടായി. അപ്പൊ ഈ സൈഗോട്ടിന് വളർന്ന എംബ്രിയോ ആയി മാറും. സൈഗോട്ട് കുറച്ച് സെൽ ഡിവിഷൻ ഒക്കെ കഴിയുമ്പോൾ ആരാവും? സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് ആരായി മാറും? എംബ്രിയോ ആയി മാറും. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയി മാറുമ്പോൾ ഈ ഓവ്യൂളുകളെല്ലാം ആരാകും? സീഡാകും. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയി മാറുമ്പോൾ ഈ ഇരിക്കുന്ന ഒബ്യൂളുകളെല്ലാം എന്തായി? സീഡായി മാറി. അങ്ങനെയാണ് ഈ ഫീമെയിൽ കോണിനകത്തുള്ള എല്ലാ ഒബ്യൂളുകളുടെ പുറത്തും പോളങ്കിനും പോയി വീഴും. ആ പോളങ്കിനിൽ നിന്ന് വരുന്ന പോളൻ ട്യൂബ് ഓവ്യൂളിനകത്തെത്തി എംബ്രിയോ സാക്കിനകത്തേക്ക് കടന്നിട്ട് അവിടെയാണ് ആർക്കിഗോണിക്കകത്തിരിക്കുന്ന എഗ്ഗുമായിട്ട് ആര് ഫ്യൂസ് ചെയ്യും? ഈ പോളൻ ട്യൂബിലൂടെ ഇറങ്ങി വരുന്ന മെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്യും. മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും എഗ്ഗും കൂടി ഫ്യൂസ് ചെയ്യുമ്പോൾ ഫെർട്ടിലൈസേഷൻ കഴിയും. ഫെർട്ടിലൈസേഷൻ കഴിയുമ്പം ഈ അകത്ത്, ഈ ഓവ്യൂളുകൾക്ക് അകത്ത് അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയത്തിന്റെ അകത്തുണ്ടായ എംബ്രിയോ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത എംബ്രിയോ. ആദ്യം മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ടാണ് ഉണ്ടാകുന്നത്. അത് വളർന്ന എംബ്രിയോ. അങ്ങനെ സൈഗോട്ടുകളെല്ലാം എംബ്രിയോ ആയി മാറുമ്പോൾ ഈ ഓവ്യൂളുകളെല്ലാം സീഡാണ്. ഓവ്യൂളെല്ലാം എന്താവും? സീഡ്. ഈ സീഡ് താഴോട്ട് വീഴുന്ന നോക്കിയാൽ അതിന് ഫ്രൂട്ട് കൊണ്ടൊരു കവറിംഗ് ഉണ്ടോ? ഇതാണ് സീഡുകൾ. ഈ സീഡുകൾക്ക് എവിടെയെങ്കിലും ഫ്രൂട്ട് കൊണ്ടുള്ള കവറിംഗ് ഉണ്ടോ? ഇല്ല. കോണ് പൊട്ടുമ്പോൾ കോണിനകത്തുണ്ടായ സീഡുകളെല്ലാം താഴെ വീഴും. താഴെ വീഴുന്ന ഒരു സീഡ് നമുക്ക് എടുത്ത് നോക്കിയാൽ ഫ്രൂട്ട് കൊണ്ടൊരു കവറിംഗ് ഉണ്ടോ അവിടെ? ഇല്ല. കാരണം അവിടെ കോണിനകത്താണ് സീഡ് ഉണ്ടായത്. ആ കോൺ പൊട്ടി സീഡ് താഴേക്ക് വീണാൽ ആ സീഡിന്റെ ഒരു കവറിംഗ് ഇല്ല. ഫ്രൂട്ട് കൊണ്ടുള്ള കവറിംഗ് ഉണ്ടോ? ഇല്ല. നമ്മൾ ആപ്പിൾ എടുത്താലും ഓറഞ്ച് എടുത്താലും ഗ്രേപ്സ് ഏത് ഫ്രൂട്ടുകൾ എടുത്താലും അതിനകത്താണ് സീഡ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ കോൺ പൊട്ടി സീഡ് പുറത്തു കഴിഞ്ഞാൽ സീഡിന് പിന്നെ ഫ്രൂട്ട് വാൾ കൊണ്ടൊരു കവറിംഗ് ഇല്ല. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ജിംനോസ്പേംസ് എന്ന് വിളിക്കുന്നത്. ജിംനോസ്പേംസ്. അപ്പം ഇവരുടെ മെയിൽ കോൺ, ഫീമെയിൽ കോൺ, പിന്നെ പോളിനേഷൻ, ദെൻ പോളൻ ട്യൂബ് ഒക്കെ ഫോം ചെയ്ത് അതിനകത്തൂടിയാണ് മെയിൽ ഗ്യാമേറ്റ് ഇറങ്ങി പോയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. സൈഗോട്ട് ഉണ്ടാകുന്നു, സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്നു. അപ്പൊ ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ ഓവ്യൂളുകൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചി എല്ലാം എന്തായി മാറും? സീഡായി മാറും. ആ സീഡുകളെല്ലാം എന്ത് സീഡായിരിക്കും? നേക്കഡ് സീഡ് ആയിരിക്കും. നേക്കഡ് സീഡ്. ഇതാണ് ആരെന്ന് പറയുന്നത്? ജിംനോസ്പേംസ്. അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇവിടെ നേക്കഡ് സീഡ് ആവാൻ കാരണം ഇവർക്ക് ഫ്രൂട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് സീഡ് ഫ്രൂട്ടിനകത്ത് വരില്ല. നേക്കഡ് സീഡ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ.